നമ്മളൊരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരു 7:30 to 8:30, ബിഫോർ 8:30. അതാണ് കുറച്ചും കൂടി ഒരു കറക്റ്റ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. 9 o'clock 10 o'clock എന്നുള്ളത് ഒരു ഐഡിയൽ ടൈമല്ല. സോ എണീറ്റ ഉടനെ നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hourന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം. നമ്മളെല്ലാ ഫുഡും എപ്പോഴും ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു സീരിയൽ പൾസ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ഭക്ഷണം, അത് കഞ്ഞിയാവാം, പുട്ടാവാം, ഇഡ്ഡലി ആവാം, ദോശയാവാം, അത് എല്ലാം നമുക്ക് നാടൻ ഫുഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കഞ്ഞിയാണെങ്കിൽ പയർ, സോ ഇറ്റ്സ് എ സീരിയൽ, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഫുഡിയാണെന്ന് പറയാൻ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം കറക്റ്റ് ആണെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ഇന്നത്തെ ഡോക്ടർ ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ നിവേദിത മാം ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലർക്കും ആവശ്യമുള്ള ഒന്നാണ് ബെഡ് കോഫി അല്ലെങ്കിൽ ടീ. എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മൾ ചായ, കാപ്പി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പലർക്കും അത് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി തലവേദനയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ഈ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത് നല്ലതാണോ? വെറും വയറ്റിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. എന്താ വെച്ചാൽ ഇപ്പം കുറേ പേർക്ക് അസിഡിറ്റി ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. എണീക്കുമ്പം എപ്പോഴും ഏറ്റവും ഉത്തമം എന്നുള്ളത് ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളം. അതാണ് നമ്മൾ യൂഷ്വലി പറയാറ്. ചിലവരിങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് ലെമൺ അല്ലെങ്കിൽ ഹണി അങ്ങനെ ഇട്ടിട്ട് കുടിക്കുന്നതുകൊണ്ട്. അങ്ങനെ എടുക്കുമ്പം അവർക്ക് കുറച്ചും കൂടി ഒരു ഹൈഡ്രേഷൻ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഡൈജഷനും അത് നല്ലതാണ്. അപ്പം മെറ്റബോളിസമിനും ഇംപ്രൂവ് ചെയ്യും. സോ എണീറ്റ ഉടനെ ആദ്യം വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചായയോ അല്ലെങ്കിൽ കാപ്പി കുടിക്കാം. പക്ഷേ ചായയോ കാപ്പി കുടിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കടുപ്പുള്ള ഇത് പാടില്ല. ഒത്തിരി സ്ട്രോങ് ആയാൽ അസിഡിറ്റീൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പം നമ്മൾ കുറേ പേഷ്യൻസിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ കേൾക്കുന്നതാണ് ഈ അസിഡിറ്റി ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനെ എംപ്റ്റി സ്റ്റമക്കിൽ എടുക്കുമ്പം ഓൾറെഡി നമ്മളൊരു ഫാസ്റ്റിംഗ് ആണ്, ഓവർനൈറ്റ് നമ്മളൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം ആ ഒരു ആസിഡ് സെക്രീഷനൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചായം കുടിക്കുമ്പം ആ ടീ പൗഡറിലുള്ള ഇത് കുറച്ചും കൂടി നമുക്കൊരു ആസിഡ് റിഫ്ലക്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എംപ്റ്റി സ്റ്റമക്ക് സ്റ്റാർട്ട് വിത്ത് പ്ലെയിൻ വാം വാട്ടർ, അതിനുശേഷം ചായയോ അല്ലെങ്കിൽ കാപ്പി മതിയായിരിക്കും. അപ്പോൾ ഈ നട്ട്സ് മറ്റേ മുന്തിരിങ്ങ നട്ട്സ് നമ്മൾ സോക്ക് ചെയ്തിട്ട് കുറേ പേര് എടുക്കാറുണ്ട്. സോക്ക് ചെയ്തിട്ട് എടുക്കാം. ബദാമോ അല്ലെങ്കിൽ ഈ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് അത് ബദാമിൻ്റെ നമുക്ക് തൊലി കളഞ്ഞിട്ട് അത് എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കാം. അത് കുഴപ്പമില്ല. ചായക്ക് മുമ്പേ അതെടുക്കാം. ചായ കുടിക്കുന്ന മുമ്പ് നമുക്ക് ആദ്യം ആ നട്ട്സ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ചായ കുടിക്കാം. അതുപോലെ പ്രഭാത ഭക്ഷണം ഇല്ലേ, അത് കഴിക്കാൻ ബെസ്റ്റ് ടൈം എപ്പോഴാണ്? ബെസ്റ്റ് ടൈം അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷിലൊരു ടേമാണല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ്. സോ അത് എത്ര നേരത്തെ നമ്മൾ കഴിക്കുന്നു അത്രയും ബെറ്ററാണ്. നമ്മളൊരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരു 7:30 to 8:30, ബിഫോർ 8:30. അതാണ് കുറച്ചും കൂടി ഒരു കറക്റ്റ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. 9 o'clock 10 o'clock എന്നുള്ളത് ഒരു ഐഡിയൽ ടൈമല്ല. സോ എണീറ്റ ഉടനെ നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hourന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം. ബ്രേക്ക്ഫാസ്റ്റിന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആവിയിൽ പുഴുങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെന്ന്. ചിലർ ചോറ് കഴിക്കാറുണ്ട്, കഞ്ഞി കുടിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്? നമ്മളെല്ലാ ഫുഡും എപ്പോഴും ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു സീരിയൽ പൾസ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ഭക്ഷണം, അത് കഞ്ഞിയാവാം, പുട്ടാവാം, ഇഡ്ഡലി ആവാം, ദോശയാവാം, അത് എല്ലാം നമുക്ക് നാടൻ ഫുഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കഞ്ഞിയാണെങ്കിൽ പയർ, സോ ഇറ്റ്സ് എ സീരിയൽ, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അല്ലാതെ പുട്ടാണെങ്കിലും പയറോ അല്ലെങ്കിൽ അപ്പം, കടലക്കറി, അങ്ങനത്തെ ഒരു സീരിയൽ പൾസ് കോമ്പിനേഷൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ ഒരു ബാലൻസ്ഡ്
ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ആണെങ്കിലും സാമ്പാർ എടുക്കുമ്പം കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്യും. സോ അപ്പോൾ അതിൽ വെജിറ്റബിൾ കോമ്പനൻറ്റും വരും. അപ്പോൾ ഫൈബറും അതിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റായി, പ്രോട്ടീനായി, ഫൈബർ, അപ്പം വെജിറ്റബിൾസ് ചെല്ലുമ്പം വൈറ്റമിൻസ്, മിനറൽസ്, അപ്പോൾ അതൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ട് നമുക്കത് വരും. അപ്പം ട്രഡീഷണൽ ഫുഡ്സ് തന്നെ മതി, നമ്മൾ സാധാരണ നാടൻ ഭക്ഷണം തന്നെ മതി. പക്ഷേ ഈ കോമ്പിനേഷൻ ഇമ്പോർട്ടൻറ്റാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ഇഡ്ഡലി ആകുമ്പം ചമ്മന്തി ചിലവർ കൂട്ടും, പക്ഷേ സാമ്പാറും കൂടി ഉള്ളപ്പം ഇറ്റ് ബിക്കംസ് ലൈക്ക് നമുക്ക് അമൈനോ ആസിഡ്സ്, ഇപ്പോൾ അരിയിലുള്ള ചില അമൈനോ ആസിഡ്സ് നമുക്ക് മിസ്സിങ് ആണ്. അത് ഈ പരിപ്പിൽ നിന്ന് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ബാലൻസ്ഡ് കംപ്ലീറ്റ് മീലാണ്. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ അപ്പം, കടല, പുട്ട്, പയറ്, അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ എപ്പോഴും നമുക്ക് എടുക്കാം. അത് തെറ്റില്ല. ഈ നോൺ വെജ് രാവിലെ ഒഴിവാക്കുന്നതാണോ? നോൺ വെജിൽ നമുക്ക് എഗ് വൈറ്റോ അല്ലെങ്കിൽ ഒരു എഗ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റെഡ് മീറ്റ്, ചിക്കൻ അങ്ങനത്തെ കഴിക്കുന്നതിനോട് ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ്. നമുക്ക് എഗ്ഗ് ഉൾപ്പെടുത്താം ബ്രേക്ക്ഫാസ്റ്റിൽ, അതിൽ തെറ്റില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ഉണ്ടല്ലോ. ഇപ്പോൾ 8:30 മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാൾ എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ ചിലർ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, ചിലരല്ലാതെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത് നല്ലതാണോ? ഈ ഇടയ്ക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് നല്ലത്. പക്ഷേ അത് പ്രോസസ്ഡ് ഫുഡ്സ് ആയിരിക്കരുതെന്ന് മാത്രം, അല്ലെങ്കിൽ ഈ ഫ്രൈഡ് ഫുഡ്സ് ആയിരിക്കരുത് എന്നുള്ളത്. എന്താ വെച്ചാൽ കുറേ പേരിപ്പം നമുക്ക് പഫ്സോ അല്ലെങ്കിൽ സമോസ അങ്ങനത്തെ എടുക്കും, അത് നല്ലതല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്പ്രൗട്ട്സ് ആയിട്ട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പം കൊണ്ടുപോകുന്ന കുറേ പേരുണ്ട്. ഈ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ അത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും എളുപ്പം കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് നട്ട്സ് ആൻഡ് സീഡ്സ് നമ്മൾ പറയും, ഒരു മിക്സ്ഡ് നട്ട്സ് ആയിട്ടും നമുക്ക് കൊണ്ടുപോകാം ഇൻ ബിറ്റ്വീൻ. ഇപ്പം കഴിക്കാനല്ല, കുടിക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട്, ഫ്രഷ് ജ്യൂസസ് ആയിട്ട് കുടിക്കാം. അതിൽ ശ്രദ്ധിക്കണം, ഈ പാക്കറ്റ് ഫുഡ്സ് ഇതല്ല, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ല, ഫ്രഷ് ജ്യൂസസ് ആയിട്ട് കുടിക്കണം. അതും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആഡഡ് ഷുഗർ വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ആ ഫ്രൂട്ട്സിൽ തന്നെ ഒരു മധുരമുണ്ട്, ആ മധുരം മതി. അല്ലാതെ ഷുഗർ അഡീഷണൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ കാലറീസ് കൂടുന്നത്. അപ്പോഴാണ് അത് നമുക്ക് ഈ ഒബേസിറ്റി അങ്ങനത്തെ ഇതിലൊക്കെ വരുന്നത്. സോ ഫ്രഷ് ജ്യൂസസ് എടുക്കാം, അല്ലെങ്കിൽ സംഭാരം അങ്ങനത്തെയൊക്കെ, നമ്മുടെ കരിക്ക് വെള്ളം അതൊക്കെ നമുക്ക് കുടിക്കാം, അത് പ്രശ്നമില്ല. മോരും വെള്ളം, കരിക്കും വെള്ളം ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സൂപ്സ് ആയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഈ നട്ട്സ്, മിക്സ്ഡ് നട്ട്സ് ആയിട്ട് കഴിക്കാം, സാലഡ്സ് ആയിട്ട് കഴിക്കാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. നമുക്ക് ലഞ്ചിൻ്റെ കാര്യം എടുക്കാം. ലഞ്ച് ഞാൻ ആൾക്കാർ പറഞ്ഞ് കേട്ടുള്ള അറിവാണ്, ചോറ് കുറച്ച് കഴിക്കുക, കറി കൂടുതൽ കഴിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഒരു നല്ല ലഞ്ച് കഴിക്കുന്നത്? നമുക്ക് ഒരു മോഡലുണ്ട്, ദറ്റ് ഈസ് ലൈക്ക് മൈ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. സോ എന്താ, നമ്മളൊരു 9 ഇഞ്ച് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഹാഫ്, ലൈക്ക് ഫസ്റ്റ് 2 പോർഷൻസ് അതെപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ട് നിറയ്ക്കണം എന്നാണ് പറയുന്നത്. ഒരു പോർഷൻ നമുക്ക് റൈസ് എടുക്കണം, ഒരു പോർഷൻ നമുക്ക് പരിപ്പോ പയറോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനെ എടുക്കണം. അപ്പം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫൈബർ, അങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് ആയിരിക്കും. റൈസ് മാത്രം, നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ നോക്കുമ്പം റൈസ് ആയിരിക്കും 3/4 ഓഫ് ദ പ്ലേറ്റ്. പിന്നെ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ ഒരു സ്പൂണൊക്കെ ആയിരിക്കും. അങ്ങനത്തെ എപ്പോഴും എടുക്കരുത്. എപ്പോഴും നമ്മൾ ഫൈബർ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് കുറേ ജീവിതശൈലീൻ്റെ കുറേ രോഗങ്ങളുണ്ടല്ലോ, നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതൊക്കെ ഈ ഫൈബർ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫൈബറാണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. അതിനാണ് എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ മൈ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതാകുമ്പോൾ ഹാഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾസ് ആയിരിക്കണം. അത് ഡിഫറെൻറ്റ് വെറൈറ്റി വെജിറ്റബിൾസ് ആവാം. ചിലപ്പോൾ നമുക്കൊരു മെഴുക്ക് വരട്ടിയോ ഒരു തോരനോ അല്ലെങ്കിൽ കുറച്ച് സാലഡ്, അങ്ങനെ 3 വെറൈറ്റി ആ ഹാഫ് പ്ലേറ്റിൽ നമുക്ക് വെറൈറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് മറ്റേ സൈഡിൽ ഒരു പോർഷൻ, ഒരു 1/4 ഭാഗം ചോറ്, 1/4 ഭാഗം പരിപ്പോ പയറോ അല്ലെങ്കിൽ ഒരു ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഈ ചോറ് കഴിക്കത്തില്ലേ, നമ്മളൊരു ഫുഡ്, ചോറല്ല ഏത് ഭക്ഷണമായാലും, ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ടാവും. അത് നല്ലതാണോ? അതോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സിപ്പ് വാട്ടർ കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക.
അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ യൂഷ്വലി വണ്ണം കുറയ്ക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്ന മുമ്പേ വെള്ളം കുടിക്കാൻ പറയാറുണ്ട്, സോ ദാറ്റ് അവർക്ക് ഒരു ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇടയ്ക്ക് നമുക്ക് സിപ്സ് ഓഫ് വാട്ടർ എടുക്കാം ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക്, അതിൽ തെറ്റില്ല, കുഴപ്പമില്ല. ഈ വണ്ണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ചിലർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉച്ചക്കത്തെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യും. അതൊരു നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമോ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കട്ട് ചെയ്യാൻ പറയില്ല. എപ്പോഴും നമ്മളുടെ ഒരു ഡെയിലി ഡയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഹെവി ആയിട്ട് കഴിക്കുക, ഉച്ചയ്ക്ക് നമ്മൾ ഒരു മോഡറേറ്റ് ആയിട്ട് എന്തായാലും കഴിക്കണം. ഡിന്നർ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഡിന്നർ വളരെ കുറച്ചാണ് കഴിക്കേണ്ടത്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ലൈറ്റ്. അപ്പം ഡിന്നർ നമുക്ക് കുറച്ച് കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ടോ വിത്ത് സാലഡ്സോ ഫ്രൂട്ട്സോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒരിക്കലും വണ്ണം കുറയ്ക്കുന്നവർ ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഈ ലഞ്ചിന് ഈ നമ്മൾ ചോറ് കഴിക്കുന്നതിനൊക്കെ പകരം സാലഡ്സ് കഴിക്കുന്നവരുണ്ട്, അത് നല്ലതാണോ? സാലഡ്സ് അഗൈൻ സാലഡ്സ് കഴിക്കുന്ന ഇപ്പം കുറേ പേര് വിചാരിക്കും സാലഡ്സ് എന്ന് വെച്ചാൽ ചിലപ്പം ഒരു ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ കുറച്ച് കുക്കുംബർ അങ്ങനെ ആയിരിക്കും. സാലഡ് കഴിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇഫ് ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ബാലൻസ്, ഇപ്പം നമുക്കതിൽ സീരിയൽസും ആഡ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കോൺ, ഈ ചോളം ഉണ്ടല്ലോ, ചോളം വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. കോൺ, ബേബി കോൺസ് ഉണ്ടാവും, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പം കുറേ വെജിറ്റബിൾസും കുറച്ച് പരിപ്പോ അല്ലെങ്കിൽ പിന്നെ ഈ കോൺ അങ്ങനത്തെയൊക്കെ നമുക്ക് ആഡ് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് ബാലൻസ്ഡ്. അത് കഴിക്കുമ്പം നമുക്കൊരു ഫുൾനെസ് ഒക്കെ കിട്ടും. സോ ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് അല്ലാതെ റൈസ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സാലഡ്സ് കഴിക്കണമെന്നില്ല. നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ അപ്പോൾ സീരിയൽസും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പോലത്തെ സാലഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അല്ലാതെ ജസ്റ്റ് ഒരു ക്യൂക്കമ്പർ സ്ലൈസോ അങ്ങനത്തെ കഴിക്കുന്നത് ഇറ്റ് ഡസൻറ്റ് ബിക്കം ബാലൻസ്ഡ്. സോ അവിടെ വീണ്ടും ഡെഫിഷ്യൻസീസ് വരും. അപ്പം അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എണ്ണക്കടികൾ. അതായത് നമ്മുടെ എല്ലാ ജംഗ്ഷനിൽ നോക്കിയാലും എണ്ണക്കടികൾ കാണാം. അപ്പോൾ ഈ എണ്ണക്കടികൾ ശരീരത്തിന് എന്തായാലും ദോഷമായിരിക്കും, കാരണം ഉണ്ടാക്കുന്ന എണ്ണയെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ആയിട്ട് ഇത് വീണ്ടും വീണ്ടും അവർ വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി ഫാറ്റ്സും അതൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന, അതായത് എന്തായാലും വിശന്നായിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ ചെല്ലുന്നത് ഭക്ഷണം ഏതാണ്? കുറേ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള പലഹാരങ്ങൾ ആയിരിക്കും. ലൈക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ച് പലഹാരങ്ങളുണ്ട്, കൊഴുക്കട്ട, ഇലയട, അങ്ങനത്തെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം ഈ ബേക്കറി ഫുഡ്സ് ആണ്. ഓൾ ജങ്ക് ഫുഡ്സ് ആൻഡ് ബേക്കറി ഫുഡ്സ്. അത് യൂഷ്വലി വൺസ് എപ്പോഴെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റെഗുലറായിട്ട് അത് കഴിക്കുന്നത് ദോഷമാണ്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് അളവിൽ കഴിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ബേക്കറി ഫുഡ്സ് ഡെഫിനറ്റ്ലി, ബേക്കറിയോ അല്ലെങ്കിൽ ഈ ഫ്രൈഡ് സ്നാക്സ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ദി ഐഡിയൽ ചോയ്സ്. നമുക്കൊരു ഡിന്നർ ഇല്ലേ 6 മണിക്ക് മുന്നേ കഴിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പലരും 11 മണി, 10:30, 12 മണിയൊക്കെയാണ് കഴിക്കുന്നത്. അത് കറക്റ്റാണോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. നമ്മൾ എത്രയും നേരത്തെ കഴിക്കുന്നു അത്രയും നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മളുടെ മെറ്റബോളിസം ഡൈജഷനൊക്കെ ഈ സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറയും. സോ അതിനാണ് നമ്മൾ പറയുന്നത് രാവിലെ ഒരു ചൊല്ലുണ്ട്, ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഏറ്റവും ഹെവിയസ്റ്റ് മീൽ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മോഡറേറ്റ് ലഞ്ച്, ഡിന്നർ വളരെ കുറച്ച്, ഏർലി ഡിന്നർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഐഡിയലി ഒരു നോർമൽ ആൾക്കാർക്ക് ഈ 6 o'clock കഴിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് മിക്ക ആൾക്കാരും വർക്കിംഗ് ആണ് ഇപ്പം. അപ്പോൾ അവർ വീട്ടിലേക്ക് എത്തുമ്പം തന്നെ എന്തായാലും 7-7:30 ആവും. ബിഫോർ 8 PM ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ എല്ലാവരും 11 o'clockന് ശേഷം കഴിക്കുമ്പം ആ ഡൈജഷൻ വളരെ എഫക്റ്റഡ് ആണ്, അപ്പം വളരെ സ്ലോ ആണ്. സോ ഇതൊക്കെ കൺവേർട്ടായി ഈ ഫാറ്റി ലിവർ എന്നുള്ളത് ഇപ്പം കേൾക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് അക്യൂമുലേറ്റഡ് ആസ് ഫാറ്റ് ആ ലിവറിൽ. അപ്പം നമ്മളത് യൂഷ്വലി 11 o'clock അല്ലെങ്കിൽ 9 o'clockന് ശേഷം തന്നെ ഡിന്നർ ഇസ് നോ. 8 o'clockന് മുമ്പേ 7:30 to 8, that would be the ideal time.